ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കുറച്ചധികം പാവയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ പാവയ്ക്ക കൃഷിയുണ്ട്, അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കത് അരിഞ്ഞ് ഉണക്കി പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാം. അപ്പോൾ ഏട്ടനാണ് അത് അരിയുന്നത് കേട്ടോ. രാത്രി അരിഞ്ഞ് വെച്ചിട്ട് രാവിലെ നമുക്കത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് തന്നെ ഏട്ടനാണത് ചെയ്യുന്നത് കേട്ടോ. ഞാനിങ്ങനെ ക്യാമറ പിടിച്ച് പുറകെ നടപ്പുണ്ടേ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് അടുപ്പത്ത് വെച്ചിട്ട് വാട്ടിയെടുക്കണം. അതിന് നമ്മൾ ഉപ്പുവെള്ളം കലക്കിയിട്ട് ഉപ്പുവെള്ളം അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിത് അടുപ്പത്ത് വെച്ചു. നല്ലപോലെ തീ കത്തിച്ച് ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് പോകരുത്. ഒരു പാകത്തിന് വാടി വരുമ്പോൾ നമുക്കിത് വാങ്ങിയിട്ട് വെയിലത്തിട്ട് ഉണക്കണം. അപ്പോൾ നന്നായിട്ട് തീയൊക്കെ കത്തുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് അങ്ങനെ തിളയ്ക്കണ്ട, തിളച്ചാൽ അത് വെന്ത് പോകും. അങ്ങനെ ഉപ്പ് വെള്ളത്തിൽ കിടന്ന് നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് വാടി വന്നു കേട്ടോ. നമുക്കിതൊന്ന് അരിച്ച് എടുക്കുക, വെള്ളം മാറ്റി കളയണം. അതിന് വേണ്ടിയിട്ട് അരിപ്പ പാത്രത്തിൽ കോരി കൊട്ടയിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ അത് സെറ്റായിട്ടോ. നമ്മളിത് മുഴുവൻ അരിഞ്ഞിട്ടില്ല, പകുതി അരിഞ്ഞിട്ടുള്ളൂ. ബാക്കി നമുക്ക് അരിയണം. നമ്മളെല്ലാം കൊട്ടയിലേക്ക് പിന്നെ ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കിനി വെയിലത്തിട്ട് 3-4 ദിവസം വേണ്ട, അതിന് മുന്നേ ഉണങ്ങി കിട്ടും. അപ്പോൾ നമുക്ക് നല്ല വെയിലാണല്ലോ, വെയിൽ നല്ല ചൂടും. അപ്പോൾ ഇത് നമുക്കിനി വെയിലത്തിടാം. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് പണി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടുണ്ട്. അതിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിലാണ് കൊണ്ടുപോയിടുന്നത് കേട്ടോ. അപ്പോൾ ചാക്കിൽ അതിട്ടിട്ട് നമ്മൾ നിരത്തി കൊടുക്കുവാണേ. നമ്മൾ നല്ല വെയിലാണ് ഇതിൻ്റെ മേലെ കേട്ടോ. വേഗം തന്നെ ഉണങ്ങി കിട്ടും. അത് നമ്മൾ നിരത്തി കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ പകുതിയാണ് നമ്മൾ അരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാക്കി പകുതിയും കൂടെ നമ്മൾ ഈ കൂടെ തന്നെ അരിയാണ്, വെയിൽ കണ്ടതുകൊണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഇപ്പം അരിഞ്ഞതിട്ടു, അപ്പോൾ വേറെ സൈഡിൽ നമ്മൾ പിന്നെ അരിഞ്ഞതും കൂടെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പാവയ്ക്ക കൊണ്ട് ഒരു 3-4 ദിവസത്തെ ഉണക്കിന് ശേഷം നമുക്ക് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. ഇത്രയേ ഉള്ളൂ സാധനം. പാവയ്ക്ക കുറേ ഉണ്ടായിരുന്നു, ഉണങ്ങി വന്നപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല കിലാന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് അടച്ച് സൂക്ഷിക്കാം. ഇത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. നമ്മളിച്ചിരി വറുത്ത് കാണിക്കാം കേട്ടോ. എണ്ണയിലേക്ക് കുറച്ച് എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞിട്ട് എണ്ണയിലേക്ക് നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടം കുറച്ച് ഇട്ട് കൊടുക്കുക. ഇത് എണ്ണയിലേക്ക് ഇടുമ്പോൾ തന്നെ നല്ല വീർത്ത് വരും കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ കുറച്ചായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ അടച്ച് തിളക്കാതെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ച് എണ്ണ എടുത്തിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് എണ്ണ വേസ്റ്റ് ആവില്ല. കുറച്ചിട്ടിട്ട് അത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ ആ എണ്ണ തീരുന്നവരെ ഞാൻ വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ട് കുപ്പിയിലിട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് ചോറിന് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.